അസ്സലാമു അലൈക്കും. നമ്മുടെ ഭക്ഷണത്തിൽ മിക്കവാറും നമ്മൾ ചേർക്കാറുള്ള സാധനങ്ങളാണ് നെയ്യ്, ബട്ടറൊക്കെ. പ്രത്യേകിച്ച് മക്കളുടെ ഭക്ഷണത്തിൽ. നമ്മളെപ്പോഴും അത് പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന്. ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ സൊസൈറ്റി പാലാണ് വാങ്ങിക്കുന്നത് ഡെയിലി. അത് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പാട കളയാറില്ല. ഞാനൊരു ബോട്ടിലാക്കി ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിപ്പോൾ 2 ആഴ്ചയോളമായ പാൽപ്പാടയാണ്. ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചധികം ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ മിക്സിയുടെ ഫസ്റ്റ് ലെവലിലിട്ട് കുറച്ചധികം സമയം എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ബട്ടറും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. നമ്മളത് ഒരു ബൗളിലോട്ടാക്കി മാറ്റണം. നമ്മളത് എങ്ങനെ അറിയും ചോദിച്ചാൽ ആ മിക്സിയുടെ ആ ഒരു അടപ്പില്ലേ, അതിലിങ്ങനെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ തോന്നിക്കും ബട്ടർ മിൽക്കുമായിട്ട്. ആ ഒരു ലിഡിൽ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു പരുവം എത്തുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബൗളിലോട്ടാക്കി മാറ്റിയതിന് ശേഷം ഇതുപോലെ ബട്ടർ മാത്രമായിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വേറൊരു ബൗളിലോട്ടാക്കി ബട്ടർ നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്യുവർ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സംഭാരം മോരെന്നൊക്കെ വിളിക്കുന്ന സംഭവം. അത് ഞാൻ ഫ്രിഡ്ജിലോട്ടാക്കി വെച്ചു. പിന്നെയുള്ള നമ്മുടെ ബട്ടറിനെ ഒന്നുകൂടെ കുളിപ്പിച്ച് റെഡിയാക്കാനുണ്ട്. നമ്മൾ 4-5 തവണ നല്ല ഐസ് വാട്ടർ ഇട്ട് ഇതിനെ വാഷ് ചെയ്തെടുക്കണം. അതായത് എങ്ങനെ വാഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു വാഷ് ചെയ്യുന്ന വെള്ളം ക്ലിയർ വാട്ടർ ആവുന്നത് വരെ, അതായത് വൈറ്റ് ഷെയ്ഡൊക്കെ മാറി ക്ലിയർ വാട്ടർ ആവുന്നത് വരെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലത്തെ നല്ലൊരു പ്യുവറായിട്ടുള്ള ഗുണത്തോടും മണത്തോടും കൂടിയുള്ള ബട്ടർ നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.